സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് ആട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നല്ല പഴുത്ത നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു വട നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഞാൻ 3 നല്ല പഴുത്ത പഴം ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഒരു സ്മാഷർ വെച്ച് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നാര് ഒന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പഴംപൊരി ഉണ്ടാക്കുന്ന പണി കൂടി ഇല്ല കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് ചിരുവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് പൊടിച്ച ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് മൈദയോ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ മൈദയാണ് എടുക്കുന്നത്. ഒരു 1/2 കപ്പ് മൈദയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പഴത്തിൻ്റെ പഴുപ്പ് ഒരുപാട് കൂടുതലാണ്. അതിനൊക്കെ അനുസരിച്ച് ചിലപ്പോൾ മൈദയുടെ അളവിന് മാറ്റം വരും. അല്ലെങ്കിൽ പഴുപ്പ് കുറവായ പഴമാണെന്നുണ്ടെങ്കിൽ ഇത്രയും മൈദപ്പൊടി വേണ്ടി വരില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഒരു 1/2 കപ്പ് ഇതിലേക്ക് കറക്റ്റാണ്. പിന്നെ ചെറിയൊരു ഒട്ടലുണ്ടാവും കേട്ടോ നമ്മളിതിങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ കയ്യിലും കുറച്ചൊന്ന് നെയ്യോ വെളിച്ചെണ്ണയോ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം വേണം ഇത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഉരുട്ടിയെടുക്കുമ്പോൾ നമുക്കൊരു വടയുടെ ഷേപ്പിൽ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ടിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം കേട്ടോ. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ ഒരു കാണാനൊരു കുട്ടികൾക്ക് കഴിക്കാനും ഒക്കെ ഒരു വെറൈറ്റി തോന്നുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വടയുടെ ഷേപ്പിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്ത ശേഷമാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 നേന്ത്രപ്പഴം വെച്ചിട്ട് ഇത്രയും അളവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നന്നായിട്ട് ചൂടായ ഓയിലിട്ടിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നമുക്കിത് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. സംഭവം ഇത് ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന അത്രയും പണിയില്ല കേട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാം അത്രയും സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്ക് ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ നട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഷ്ടമായാൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. താങ്ക്